ഓക്കെ മക്കളെ, ഷിഫ്റ്റ് ടു ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയോ, ക്വസ്റ്റ്യൻ നമ്പർ 11 പറയുന്നത് ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ പരാബോള y is equal to 4x minus x square. ഇത് പരാബോളയാണ്. എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ് -1 ആണ്. അപ്പൊ എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ് -1 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം അത് എന്താണ്, ഡൗൺവേർഡ് പരാബോളയാണ് അല്ലെ. 3y is equal to x minus 4 whole square. അപ്പൊ അവിടുന്ന് നമുക്ക് ആ പരാബോളയുടെ വേർട്ടെക്സ് 3y is equal to x minus 4 whole square എന്ന് പറയുമ്പോൾ x മൈനസ് എച്ച് ഹോൾ സ്ക്വയർ is equal to 4ay എന്ന് പറയുന്ന ഫോമിലുള്ള 4a into y മൈനസ് കെ എന്ന് പറയുന്ന ഫോമിലുള്ള ഒരു പരാബോളയാണല്ലോ. അപ്പൊ അതിന്റെ വേർട്ടെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 4,0 ആയിരിക്കുമല്ലോ. 4,0 വരുന്ന ഒരു അപ്വേർഡ് പരാബോളയായിട്ടല്ലേ രണ്ടാമത്തെ വരുന്നത്. ആദ്യത്തേത് ഒരു ഡൗൺവേർഡ് പരാബോളയായി. ഇനി ആ ഡൗൺവേർഡ് പരാബോളയിൽ ഞാൻ ആ y is equal to എന്ത് കൊടുക്കുകയാണ്, ഒരു 0 എന്ന് കൊടുക്കുകയാണ്. y is equal to 0 എന്ന് കൊടുക്കുന്ന സമയത്ത് എന്താവും, x സ്ക്വയർ മൈനസ് 4x is equal to എന്താണ്, 0 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ അവിടുന്ന് എന്തൊക്കെ കിട്ടും നോക്കിയേ, 0 വരും 4 വരും. x 0 x 4 വരും. ശരി, അപ്പൊ x 0 ആണെങ്കിൽ ആ പരാബോളയിൽ കൊടുക്കുകയാണെങ്കിൽ y 0 കിട്ടും. അപ്പൊ ആ പരാബോള പാസ് ചെയ്യുന്ന, അതായത് 0 എക്സ് വാല്യൂ 0 4 കൂടി കട്ട് ചെയ്ത് പോകുന്ന ഒരു ഡൗൺവേർഡ് പരാബോളയായിട്ട് വരും. അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ 4 കൊടുക്കുകയാണെങ്കിൽ y 0 വരും. അപ്പൊ എക്സ് ആക്സിസിൽ 2 പോയിന്റിലൂടെ കട്ട് ചെയ്തിട്ട് ഡൗൺവേർഡ് പരാബോളയായിട്ട് ഏതൊക്കെ 0 4 ആണ്. മറ്റേ പരാബോളയുടെ വേർട്ടെക്സ് 4,0 ആണ്. ഇനി ആ 2 പരാബോളയും കൂടി നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. y is equal to, ഇതിൽ എന്താണ് y എന്ന് പറയുന്നത് 1/3 into x minus 4 whole square അല്ലേ. അപ്പൊ 1/3 into x minus സോൾവ് ചെയ്യുന്ന സമയത്ത് സോൾവിങ് ദ പരാബോള 1/3 into x minus 4 whole square is equal to എന്താവും, 4x minus x square ആവും അല്ലെ. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ മൈനസ് 8x plus 16 is equal to എന്തായി, 12x minus 3x square ആയി. -3x square ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 4x square, 12x ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ -8x minus 12x minus 20x plus 16 is equal to 0 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എക്സ് സ്ക്വയർ മൈനസ് 5x plus 4 is equal to 0 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 1 x is equal to 4 കിട്ടും. അപ്പൊ എക്സ് ആക്സിസ് മീറ്റ് 2 പരാബോളയും കൂടി എക്സ് കോർഡിനേറ്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 1 മറ്റേത് എന്താണ്, 4 ആണ്. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്നൊരു ഫിഗറിലേക്ക് ആക്കി നോക്കിയാലോ. എക്സ് വൈ, ആദ്യം ഡൗൺവേർഡ് പരാബോള കട്ടിങ് ദ പോയിന്റ് 0,4, ഡൗൺവേർഡ് പരാബോള 0,4 കട്ട് ചെയ്ത് പോയി. മറ്റേതെന്താ, മറ്റേ പരാബോളയുടെ വേർട്ടെക്സ് എന്താ, 4,0 ആണ്. അപ്പൊ ഇങ്ങനെ രണ്ടാമത്തെ പരാബോള വന്നു. ആ 2 പരാബോളയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്, 1 ആണ്. അപ്പൊ y കോർഡിനേറ്റ് അവിടെ 3 ആണ്. അവിടെ y കോർഡിനേറ്റിന്റെ ആവശ്യമൊന്നുമില്ല, അവിടെ 1 കിട്ടി പോയിന്റ്. അപ്പൊ ഇതെന്താണ്, ഈ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ റീജിയൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 1 to 4 എടുക്കാം അല്ലെ. ഡൗൺവേർഡ് പരാബോള മൈനസ് അപ്വേർഡ് പരാബോളയാണ്. അപ്പൊ ഡൗൺവേർഡ് പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to 4x minus x square ആണ്. അപ്വേർഡ് പരാബോളയുടെ ഇക്വേഷൻ 1/3 into x minus 4 whole square ആണ്. അപ്പൊ നമ്മൾ ചെയ്യാണ്, റിക്വയർഡ് ഏരിയ is equal to നോക്കിയാൽ മക്കളെ, ഇന്റഗ്രൽ 1 to 4 അല്ലെ. ഏത് പരാബോളയാണ്, 4x minus x square y dx അല്ലേ. അപ്പൊ 4x minus x square മൈനസ് എന്താണ്, 1/3 into എന്താ ചെയ്യേണ്ടത്, 1/3 into x minus 4 the whole square dx. Now we can integrate it. That is integral 1 to 4. 4x minus x square minus 1/3 into x square minus 8x plus 16 dx എന്ന് വന്നു. ഓക്കെ, ദെൻ ഇനി ആ 3 ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പം ഇന്റഗ്രൽ 1 to 4 12x minus
3x² മൈനസ് x² പ്ലസ് 8x മൈനസ് 16 dx ഹോൾ ഡിവൈഡഡ് ബൈ 3. അപ്പൊ 1/3 കോൺസ്റ്റന്റ് ആണ്. എടുത്ത് എന്ത് ചെയ്തു? പുറത്തേക്ക് വെച്ചു. ദെൻ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ 1/3 ഇൻറ്റു ഇന്റഗ്രൽ 1 to 4 3x² മൈനസ് x² ഈസ് മൈനസ് 4x². 12x പ്ലസ് 8x ഈസ് 20x മൈനസ് 16 dx. ഒരു -4 കൂടി എടുത്തിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ -4 ഇൻറ്റു ഇന്റഗ്രൽ 1 to 4 x² പ്ലസ് എത്ര എക്സ് ആവും? 5x x² പ്ലസ് -5x x² മൈനസ് 5x പിന്നെയോ പ്ലസ് 4 dx. അപ്പൊ -4/3 ഇൻറ്റു എന്തായി മക്കളെ? -4/3 ഇൻറ്റു ഇന്റഗ്രൽ x² dx ഈസ് x³ ആണ്. x³ 3 -5 ഇൻറ്റു ഇന്റഗ്രൽ x² dx ഈസ് x² 2 പ്ലസ് 4 ഇൻറ്റു ഇന്റഗ്രൽ dx ഈസ് x ബിറ്റ്വീൻ ദ ലിമിറ്റ് എന്താണ്? 1 to 4 ആണ്. അപ്പൊ നോക്കിക്കോളൂ, -4/3 ഇൻറ്റു അപ്പർ ലിമിറ്റ് നമ്മൾ കൊടുക്കട്ടെ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക? 64/3 അല്ലെ? 64/3 മൈനസ് 5 ഇൻറ്റു 4² 16 80/2 40 -40 പ്ലസ് 4 ഇൻറ്റു 4 എന്താണ്? 16 വന്നു. 4 ഇൻറ്റു 4 ഈസ് 16 മൈനസ് ഓഫ് ഇനി ലോവർ ലിമിറ്റ് കൊടുത്തേ 1/3 മൈനസ് 5/2 പ്ലസ് 4 ഇൻറ്റു 1 4. അപ്പൊ എന്താണ്? -4/3 ഇൻറ്റു ഇനി എന്താണ്? 64/3 മൈനസ് 1/3 കണ്ടോ? 63/3 ഈസ് 21 -15 അല്ലേ അവിടെ? -715 -15 -5/2 അല്ലേ? 5 ഇൻറ്റു 2² 4 -40 ആണ് അല്ലേ? സോറി, അവിടെ കാണുന്നില്ല, അത് -40. അപ്പൊ -40 -7 പ്ലസ് 5/2 അല്ലെ? അപ്പൊ -75/2 അല്ലെ? -75/2 പിന്നെ 16 -4 എന്ന് പറയുമ്പോ പ്ലസ് 12. ഇനി നമുക്ക് സുഖമായിട്ട് കിട്ടൂലേ? -4/3 ഇൻറ്റു 2 ക്രോസ് ചെയ്യുമ്പം 42 മൈനസ് 75 പ്ലസ് 24 വന്നു. ഇനി എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ -4/3 ഇൻറ്റു 42 പ്ലസ് 24 66 മൈനസ് 9/2 ഹോൾ ഡിവൈഡ് ബൈ 2. അപ്പൊ -9/2. അപ്പൊ 2 ഇവിടെ കട്ട് ചെയ്ത് പോയി. 18/3 അല്ലടാ, 18/3 എന്ന് പറയുമ്പോൾ 6 വന്നു അല്ലെ? 18/3 6. അപ്പൊ കാൽക്കുലേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. 6 ആണ് ഇതിന്റെ ആൻസർ അല്ലെ? 6 ഈസ് തേർഡ് ഓപ്ഷൻ. സെറ്റ് അല്ലേ മക്കളെ?